വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. മനസ്സും ശരീരവും ശുദ്ധി ചെയ്തുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പഞ്ഞമാസത്തെ ദുരിതങ്ങൾ മറികടക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. ദാരിദ്ര്യത്തിൽ നിന്നും രോഗങ്ങൾക്കിടയിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമായാണ് പൂർവികർ കർക്കിടക മാസത്തെ രാമായണ മാസമായി ആചരിച്ചുവരുന്നത്. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച വ്രതശുദ്ധിയോടെ ശ്രീരാമനെ ഭജിക്കുന്നതിലൂടെ സർവ്വവിഷമതകളും തീരുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. അതിനാൽ ക്ഷേത്രങ്ങളിലും വീടുകളിലുമെല്ലാം രാമായണശീലുകളാൽ ചൈതന്യപൂരിതമാകും. രാമായണ മാസത്തിലെ നാലമ്പല ദർശനവും പുണ്യമാണ്. ദശരഥൻ പുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ സർവ്വദുരിതങ്ങളും അകലുമെന്നാണ് വിശ്വാസം. ആയുരാരോഗ്യത്തിനും പ്രാധാന്യമുള്ളതാണ് കർക്കിടക മാസമെന്ന് ആയുർവേദവും അനുശാസിക്കുന്നു. കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സകൾ നടത്തുന്നതിലൂടെ അടുത്ത 1 വർഷം വരെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ശമനമുണ്ടാകും. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കർക്കിടക കഞ്ഞിയാണ്. പലവിധ പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി സേവിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷിയും ഉന്മേഷവും ഊർജ്ജവും ലഭിക്കും. കൂടാതെ ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, പഞ്ചകർമ്മ തുടങ്ങിയുള്ള ആയുർവേദ ചികിത്സകൾക്കെല്ലാം തെരഞ്ഞെടുക്കുന്നതും കർക്കിടക മാസമാണ്. പിതൃതർപ്പണത്തിനും ഏറെ വിശേഷപ്പെട്ട ദിവസം കർക്കിടകത്തിലെ വാവാണ്. കർക്കിടക വാവിനെ പൂർവികർക്ക് ബലിയർപ്പിച്ചാൽ ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ശിവക്ഷേത്രങ്ങളിലും ഈ ദിവസം ബലിതർപ്പണത്തിനുള്ള സൗകര്യമുണ്ടാകും. നിരവധി പേരാണ് കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണത്തിനെത്തുക. അങ്ങനെ വ്രതശുദ്ധിയോടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ആയുരാരോഗ്യത്തിന്റെയും ചിട്ടയോടെയുള്ള 1 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ചിങ്ങമാസത്തെ കേരളക്കര വരവേൽക്കും.